ഇന്നെന്താപ്പാ നമ്മുടെ പരിപാടി? എടാ മോനെ, ഇന്ന് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പാണ്. അതാ, അപ്പം പറഞ്ഞ പോലെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഒരു 5 പാക്കറ്റിൽ നമ്മൾ ഇഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ വിളവെടുപ്പാണ്. നമ്മൾ തമ്മിൽ പറഞ്ഞേക്കുന്നത് വെറും 10 രൂപയ്ക്ക് ഒരു ചാക്ക് ഇഞ്ചി എന്നാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 രൂപ പോലും ചിലവായിട്ടില്ല. നമ്മൾ കഴിഞ്ഞ തവണ നട്ടതിൻ്റെയൊക്കെ ബാലൻസ് വന്നത് ഇത്തവണ നമ്മൾ ചാക്കിൽ ട്രൈ ചെയ്ത്. കാരണം പറമ്പിൽ നമ്മൾ ഓൾറെഡി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബാലൻസ് അവിടെ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് നമ്മൾ ഇത്തവണ ഗ്രോ ബാഗിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം അതെന്താ എങ്ങനെയാണെന്നുള്ള അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എൻ്റെ പേര് അക്ഷയ്. വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സിമൻറ്റ് ചാക്കിലെ ഇഞ്ചി കൃഷി. ആദ്യത്തെ 4 ചാക്ക് ഞങ്ങൾ ഓൾറെഡി വിളവെടുത്തിരുന്നു. അന്ന് നമുക്കിതുപോലെ യൂട്യൂബിൽ ഇടണമെന്നോ വീഡിയോ എടുക്കണമെന്നൊന്നും ഐഡിയ ഇല്ലാതായിപ്പോയി. ഇതായിരുന്നു നമ്മുടെ കൃഷി സീരീസിലെ ആദ്യത്തെ വീഡിയോ. ഉള്ളത് പറഞ്ഞാൽ ഇതും ഒട്ടും പ്ലാനില്ലാത്ത ചെയ്ത കാര്യമാണിത്. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന്. അന്നേരം ഉറക്കത്തിൽ നിന്ന് അപ്പനെയും കുത്തി എണ്ണീപ്പിച്ച് പാവത്തിന് ഡ്രസ്സ് മാറാൻ പോലും ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. ഏപ്രിൽ മാസം ഒരു പകുതിയൊക്കെ കഴിയുമ്പം നമുക്കൊരു വേനൽ മഴ കിട്ടാറില്ലേ? ആ ഒരു സമയത്താണ് നമ്മൾ സാധാരണ ഇഞ്ചി നടാറുള്ളത്. ഇതിനൊരു 7 to 8 മാസത്തെ വിളവുണ്ട്. ഇതിപ്പം 8ാമത്തെ മാസം, അതായത് ഡിസംബറൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഇലയുടെ കളറൊക്കെ ചെറുകെ മാറി ഇത് കരിഞ്ഞു തുടങ്ങും. കരിഞ്ഞ് ഇത് ചെറുകെ ഇലയൊക്കെ പട്ടുപോകും. ആ സമയത്താണ് നമ്മൾ വിളവെടുക്കേണ്ടത്. ഇതേരത്തെ സിമൻറ്റ് ചാക്കൊക്കെ നമ്മൾ പലപ്പോഴും വേസ്റ്റാക്കി കളയാറുള്ളതല്ലേ. ഇനി മുതൽ നമ്മളിത് കളയാൻ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് നല്ലൊരു സീസണിലെ കൃഷി ചെയ്യാൻ പറ്റും. അതായത് പയറൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ട്രിപ്പോളം നടാൻ പറ്റും. ഇപ്പം ഇഞ്ചി, കാച്ചിൽ, ചേന അതൊക്കെയാണ് നമുക്ക് ഒറ്റ സീസണിലെ നടാൻ പറ്റൂ. കാരണം അതിന് 9-8 മാസമൊക്കെ വിളവിന് സമയം എടുക്കുന്നതാണ്. ആ സമയം കൊണ്ട് ചാക്കൊക്കെ പൊടിഞ്ഞു തുടങ്ങും. നമ്മുടെ ഈ ഇഞ്ചിയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ വിളവെടുക്കേണ്ടത്. ഇത് ഇല മുഴുവൻ പട്ടിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ചാക്ക് നന്നായി പൊട്ടിയത് കൊണ്ട് ടെറസിന് മേളിൽ മണ്ണൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇത് വിളവെടുക്കുന്നത്. നമ്മൾ ചെറിയൊരു പീസ് ഇഞ്ചി വെച്ചപ്പോൾ കണ്ടോ നമുക്കിത് എത്ര മടങ്ങായിട്ടാണ് തിരിച്ച് കിട്ടിയെന്ന്. ഇതേ മണ്ണൊരല്പം ഡ്രൈ ആണ്. അല്ലെങ്കിൽ ആ ഇലയെ പിടിച്ച് പൊക്കിയിരുന്ന ഇഞ്ചി നമ്മുടെ കയ്യിൽ വന്നേനമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയൊക്കെ മുറിച്ച് കളഞ്ഞ് നമ്മൾ ചെറുകെ മണ്ണ് തട്ടിയെടുക്കുന്നത്. ഇത് കാണുന്ന കുറച്ച് പേർക്കെല്ലാം ഡൗട്ട് തോന്നും, എന്നാൽ പിന്നെ കുറച്ച് വെള്ളം നനച്ചിരുന്നെങ്കിൽ ഇച്ചിരി എളുപ്പത്തിൽ വിളവെടുക്കാൻ തോന്നും. നനഞ്ഞു കഴിഞ്ഞാൽ കേടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നനയ്ക്കാതെ ഇതെടുക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തെ കൃഷിക്കാരൊക്കെ സാധാരണ പറയാറുള്ളത്, ഏത് മഴയത്ത് വേണമെങ്കിലും നമുക്ക് ഇഞ്ചി വിളവെടുക്കാം, പക്ഷേ പിന്നീട് നനച്ച് കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ കേടാവുന്നു. നമ്മൾ ഇന്നേ വരെ അങ്ങനെ ഇഞ്ചി കാശ് കൊടുത്തൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പം എല്ലാ തവണ നമ്മൾ കൃഷി ചെയ്യാറുള്ളപ്പം കുറച്ച് അടുത്ത തവണത്തേക്ക് നമ്മൾ മാറ്റി വെക്കാറുണ്ട്, വിത്തിനും അല്ലാതെ വീട്ടാവശ്യത്തിനുമായിട്ട്. അപ്പോൾ അതിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണ ഇഞ്ചി വിളവെടുക്കുമ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കുള്ള നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അത്ര നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യുന്ന സൂത്രപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചെറിയ കുഴിയെടുക്കും. കുഴിയെടുത്ത് ഇഞ്ചി അതിൽ നടും. അപ്പോൾ നമുക്ക് ഇഞ്ചി അതിനകത്ത് കിളുക്കുകയും ചെയ്യും. നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു നിധി പോലെ നമ്മൾ ഓടിച്ചെന്നത് കിളച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഹിഡൻ ട്രഷർ എന്ന് വിളിക്കുന്നത്. ഇഞ്ചി ഇത് കറക്റ്റ് വിളവാകാത്തതുകൊണ്ടാണ് ഇതുപോലെ വേര് കാണുന്നത്. അപ്പം കറക്റ്റ് പട്ടിട്ടായിരുന്നു നമ്മൾ കിളയ്ക്കുന്നതെങ്കിൽ ഈ വേരൊക്കെ ഓൾറെഡി അതിൽ അഴുകി പോയിരുന്നതിനുമായിരുന്നു. നമുക്കിതുപോലെ ജസ്റ്റ് പറിച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അതിന് ഒരുക്കണം. അതായത് വേരൊക്കെ പറിച്ച് അതിനകത്ത് മണ്ണൊക്കെ മാറ്റി ഇങ്ങനെ തട്ടിയെടുക്കണം. നമ്മൾ കർഷകർ ഇഞ്ചി കൃഷിയൊക്കെ വിളവെടുത്ത് നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ ഒരു 11 കിലോയാണ് ഒരു എടാന്നറിയപ്പെടുന്നത്. അതായത് 10 കിലോ. കടക്കാരതിനെ 10 കിലോയായിട്ട് കണക്കാക്കും. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് വെള്ളം വലിയും, അതുകൊണ്ട് പിറ്റേ ദിവസം വെയിറ്റ് കുറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ 10 കിലോയ്ക്ക് 1 കിലോ എക്സ്ട്രാ അവർ മേടിക്കും. നമ്മൾ കടകളിലും വണ്ടികളിലും ഒക്കെ കണ്ടിട്ടില്ലേ പലപ്പോഴും ഇഞ്ചി വളരെ വില കുറച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി മേടിക്കുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ള കളറിൽ ഇഞ്ചിയുണ്ട്, അതധികം വിളഞ്ഞ് കാണത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇഞ്ചി എപ്പോൾ എടുത്താലും നല്ല ഡാർക്ക് ബ്രൗണിലെ ഇഞ്ചി എടുക്കാവുള്ളൂ. അതാണ് മൂത്ത ഇഞ്ചി. അപ്പോൾ വെള്ള കളറിൽ ഇഞ്ചി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മണവും ഗുണവും ഒക്കെ പോവും. അതിന് പ്രത്യേകിച്ച് ഒന്നും കാണില്ല, അത് പെട്ടെന്ന് അഴുകി പോവും. പക്ഷേങ്കിൽ മൂത്ത ഇഞ്ചിയാണ് കുറേ നാൾ നമുക്ക് കേട് കൂടാതെ കിട്ടുകയും ചെയ്യും, നല്ല മണവുമായിരിക്കും അതിന്. ഇത് ഈ പാവം മനുഷ്യനെ കൊണ്ട് തംബ്നെയിൽ എടുപ്പിക്കാനാ ഇഞ്ചിയും പിടിച്ചൊന്ന് പോസ് ചെയ്യുമോ എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയതാണിത്. പിന്നെ ഇഞ്ചി കൃഷിയാണ് ഞങ്ങളുടെ അപ്പന് ഏറ്റവും ഫേവറേറ്റ്. കാരണം ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ച കൃഷിയാണത്. അപ്പോൾ അതെന്താ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് വരുന്ന എപ്പിസോഡുകളിൽ പറയാം. ഇതിപ്പം നമ്മൾ ചെറിയ 2-3 കാച്ചിലും ടെറസിന് മേളിൽ വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ വിളവെടുത്തതാണ്.